കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, എതിർക്കാനുള്ള എതിർക്കും, സൈലൻ്റായിട്ട് കയറിപ്പോവും. പക്ഷെ വല്ലപ്പോഴും കൂടി മാളത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരും, ഇടപെടും, വീണ്ടും തിരിച്ചകത്ത് കയറിപ്പോവും. ഇവർ 4 പേരും ഒരേ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാസ്റ്റർ ബ്രെയിനുള്ള നല്ല കണ്ടന്റ് ക്രിയേറ്ററും നല്ല മത്സരാർത്ഥിയുമാണ്. സാമ്പത്തികമായി വലിയ മെച്ചങ്ങൾ ഇവരിലൂടെ ആ ഷോയിൽ ഉണ്ടാകുന്നില്ല. ജാസ്മിൻ ഗബ്രി ഫസ്റ്റ് സെക്കൻഡ് വന്നില്ലെങ്കിൽ ഫസ്റ്റ് ജിൻഡോ ചേട്ടനാണ്. ദേഷ്യം വന്നാലോ, ദേഷ്യത്തിൻ്റെ എക്സ്ട്രീം, ആ ഒരു എക്സ്ട്രീം ചില ബിഹേവിയറിൽ ഉണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത്. അൻസിബ ഇപ്പൊ നമുക്ക് നോക്കാം. അൻസിബ, ജാസ്മിൻ, നോറ, എനിക്കൊന്ന് റസ്മിൻ, ഇവര് 4 പേരും ഒരേ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇപ്പൊ ഈ 4 പേരെ നോക്കിയാൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് പെരുമാറുന്ന കണ്ടന്റുകൾ കൊടുക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല, അത് തെറ്റാണ്. പക്ഷെ അവരുടെ അന്തസ് കളഞ്ഞിട്ട് അവരുടെ ഒരു ക്വാളിറ്റി ഉണ്ട്. അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഒരു ക്വാളിറ്റി വിട്ട് പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ നല്ല മാസ്റ്റർ ബ്രെയിനുള്ള നല്ല ഒരു ആർട്ടിസ്റ്റും നല്ല കണ്ടന്റ് ക്രിയേറ്ററും നല്ല മത്സരാർത്ഥിയുമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് അപ്പം ഇവിടെ ഇപ്പോൾ ഈ 4 പേരെ എടുത്താൽ നമുക്ക് 4 ഒരേ തവണ പക്ഷേ 4 കാറ്റഗറിയിൽ നിൽക്കുന്നുണ്ടോ. അൻസിബ ഹസൻ അതിൻ്റേതായ അന്തസ്സിൽ തന്നെ നിൽക്കുന്നു. നോറ കാറി കൂവി ബഹളം വെച്ച് കാര്യങ്ങൾ കൃത്യമായി പ്രസൻറ്റ് ചെയ്യുന്നു. സോ ഇവരിൽ നോറയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ നോറ താഴേക്ക് പോകുന്നില്ല. ബിഗ് ബോസിന് സൂട്ടാണ് നോറ. പക്ഷേ എന്നാൽ ഒരു രീതിയിലുള്ള ലോ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലുള്ള കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു പ്രവർത്തനമോ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനമോ നോറയിലില്ല. അൻസിബ ഹസനെ സംബന്ധിച്ച് മുമ്പോട്ട് വരുന്നില്ല. നമ്മളിപ്പോൾ ചുമ്മാ തമാശക്കല്ലേ ചില കെട്ടിലമ്മമാരിരിക്കുന്ന കണക്ക് ഇങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ അകത്തിരിപ്പും പുറത്തോട്ടിറങ്ങി. എന്നാലും പുറത്തും വന്ന് ഇരിപ്പ് തന്നെ അവർ ആ ഒരു കുറച്ച് അങ്ങ് പോവും. ഫൈനൽ 5 വേണമെങ്കിൽ 6ാമതൊരാളിനായിട്ട് ഞാൻ അവിടെ നിർത്തുന്നു. 6th പൊസിഷൻ അൻസിബ ഹസൻ. കാരണം അത് എനിക്കങ്ങനെ തോന്നുന്നു. എന്തായാലും ഈ അടുത്ത ആഴ്ചകളിലൊന്നും അൻസിബ ഹസൻ പുറത്തു പോകാനുള്ള സാധ്യതയില്ല. എങ്ങനെ പോയാലും 80 ദിവസം കഴിഞ്ഞിട്ട് അൻസിബയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. യമുന ചേച്ചി പോയല്ലോ, പാവം. യമുന ചേച്ചി ഒന്നും ഇതുപോലെ ഇവരോടൊപ്പം ഒന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇവരെന്ന് പറയുന്നത് വേറൊരു ലെവലും അവരുടെ മക്കളുടെ പ്രായമുള്ള. അതെ, യമുന ചേച്ചി എന്ന് പറയുന്നത് സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുമാണ്. അപ്പം അവർക്ക് അവരുടെ ലെവലിൽ നിന്ന്. പക്ഷേ എന്നാലും ഇടയ്ക്ക് പൊട്ടിത്തെറിച്ച് കുറച്ച് സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് പോയത്. ആ സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പിന്നെ 24/7 ഫുൾ നമ്മൾ കാണുന്നില്ലല്ലോ. കണ്ടെങ്കിൽ ബാക്കിയും കൂടെ പറയാൻ പറ്റുമായിരുന്നു. ഇത് ഈ എഡിറ്റഡ് വേർഷനിൽ വരുന്നതിൻ്റെ അസസ്മെൻറ്റും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെപ്പോലെയുള്ളവരിടുന്ന റിവ്യൂകൾ ചിലത് കാണുമ്പോൾ അതും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ടാണ് നമ്മളൊരു സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു അസസ്മെന്റ് പറയുന്നത്. വരും സമയങ്ങളിൽ ശരിയായി മാറാം, ചിലപ്പം മാറാം, എങ്ങനെയായാലും മാറാം. അയ്യോ പാവം പയ്യൻ. ഋഷിക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഋഷിക്ക് അറിയാൻ കുറേ നിന്ന് പോകുമെന്ന്. പക്ഷേ ഋഷി വിന്നറാവാനുള്ള സാധ്യതയില്ല. ഋഷിയും നേരത്തെ പറഞ്ഞ പോലെ 80-90 ആ റേഞ്ച് വരെയൊക്കെ പോകുന്നത്. മറ്റുള്ളവർ ഇപ്പോൾ സുബിൻ ഇടപെടുന്ന പോലെ ഇവൻ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാം. പക്ഷേ വല്ലപ്പോഴും കൂടി മാളത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരും, ഇടപെടും, വീണ്ടും തിരിച്ചകത്ത് കയറി പോകും. അതാണ് പ്രോബ്ലം. അവൻ ഡാൻസ് കളിക്കും, അതാണ് മെയിനായിട്ട് അവൻ ചെയ്ത എൻ്റർടൈൻമെൻറ്റ്. കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, എതിർക്കാനുള്ള എതിർക്കും, സൈലൻ്റായിട്ട് കയറിപ്പോവും. കൺസിസ്റ്റന്റ് പ്ലെയർ എന്ന് പറയില്ലേ. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു കൺസിസ്റ്റന്റ് ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ നിന്നാൽ പുള്ളി സെഞ്ചുറി അടിച്ചിരിക്കും. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, ഒരു കൺസിസ്റ്റന്റ് പ്ലെയർ അല്ല. ഒൺസിനെ വരിക, അത് കയറി പോവുക. എതിർക്കണം തോന്നുന്നവർ എതിർക്കുക. അപ്സര ഇഷ്ടമല്ല, അപ്സര എതിർക്കുന്നു. എന്നാൽ ജാസ്മിൻ ഗബ്രിയോട് അത്രത്തോളം പോയി എന്ന് ഫൈറ്റ് ചെയ്യാനുള്ളത് കാണുന്നതുമില്ല. അവരോടൊപ്പം പറഞ്ഞു പോയി ഫൈറ്റ് ചെയ്തൂടെ, ഇല്ല, അത് അവരുടെ ഇഷ്ടം, നമ്മളെന്തും നോക്കണം. അങ്ങനെ പോകുന്ന അല്ല കണ്ടന്റ്. അവിടെയൊക്കെയാണ് ജിൻഡോയ്ക്കുള്ള ഈ ജാസ്മിൻ ഗബ്രി ഫസ്റ്റ് സെക്കൻഡ് വന്നില്ലെങ്കിൽ ഫസ്റ്റ് ജിൻഡോ ചേട്ടനാണ്. നമ്മുടെ മാത്തച്ഛൻ ജിൻഡോ ചേട്ടൻ ഫസ്റ്റ് വരാനുള്ള സാധ്യത കൂടെയാണ്. അപ്പോഴ് സുബിനും കൂടെ കയറിഞ്ഞ് പോരും. സുബിൻ ഫൈനൽ 5 എത്തും, അപ്സര സെക്കൻഡ് വരാം, ആ സ്ഥാനത്തിലേക്ക് കയറി വരാം. പക്ഷേ മറ്റവർ 2 പേര് ഈ സീസൺ കൊണ്ടുപോകുന്നത് കൊണ്ട് എങ്ങനെയായാലും അവിടെ എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ജാൻമണിയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ജാൻമണി ഒരു അടുത്ത ആഴ്ച പോകാൻ ഉള്ള കാറ്റഗറി. അതാണ് ഇന്നലെ ആ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പക്ഷേ ആദ്യം വന്നപ്പോൾ ഒരു പ്രതീക്ഷയില്ലായിരുന്നു സാറേ. കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന കൂട്ടത്തിൽ ഒരു പ്രതീക്ഷ നമുക്ക് തന്നതല്ലേ ആദ്യം. ജാൻമണി നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. അവരങ്ങനെയാണ്. ജാൻമണിയുടെ ആ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്, ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല. ചില സമയങ്ങളിൽ ജാൻമണി സ്വയം ജാൻമണിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വയലന്റ് ബിഹേവിയർ കയറി വരുന്നത് കണ്ടില്ല. എന്നാൽ ആ സ്ഥാനത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാദിറെ നോക്കിയാൽ നാദിറ
ആ ലെവലിലല്ല പ്രവർത്തിച്ചത്. മനസ്സിലായില്ലേ? നാദിര അതിൽ കുറച്ചുകൂടെ മാറ്റം ഉണ്ടായിരുന്നു. ദെൻ ഒത്തിരി എനിക്ക് കോമഡി കൈകാര്യനെ, പക്ഷെ ഇത് കുറച്ച് സീരിയസ്. 2 എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ, ജാൻമണി എന്ന് പറയുന്ന അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ഈ ഹുങ്ക് എന്ന് പറയുന്നൊരു സാധനം വരുമല്ലോ, ഹുങ്ക്, അഹങ്കാരം. അതുകൊണ്ട് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുക അങ്ങനെയൊക്കെ പറയാമോ? പറയാൻ പാടില്ല. എനിക്ക് താഴോട്ട് വരേണ്ട ആവശ്യമില്ല, ഞാൻ നല്ല വലിയ ഫാമിലിയിലാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ഇതിലാണ്. അതൊക്കെ ലാലേട്ടൻ തന്നെ ചോദിച്ചാണ്ടല്ലേ, അങ്ങനെയൊക്കെ പറയാമോ? ബിഗ് ബോസ് അല്ലേ, എല്ലാവരും ഒരുപോലല്ലേ? അത് വരുന്നത് പലപ്പോഴും സംഗതി കൈവിട്ടു പോകുന്നതാണ്. സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാരണം എന്താണെന്ന് നമ്മൾ ഈ പുസ്തകം, ബയോളജി പുസ്തകം വായിച്ചു. കണ്ടന്റ് എല്ലാം തന്നിട്ടുണ്ടോ? കണ്ടന്റ് പ്രതീക്ഷിക്കാമോ ഇനിയെങ്കിലും? ഇല്ല, ഇത് തന്നെയാണ്, ഇതേ ഉള്ളൂ. ഇനി എന്ത് കണ്ടന്റ്? ഇതേ ഉള്ളൂ. ഒന്നുകിൽ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹം കൊണ്ട് കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ ചിലരെ കുറിച്ച് പറയില്ലേ, ഒന്നീ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും എന്ന് പറയാറില്ലേ. അപ്പോൾ സ്നേഹം കൊണ്ട് മൂടും. ഒന്നുകിൽ കരച്ചിൽ വന്നാലോ, കരച്ചിലിൻ്റെ അങ്ങ് എക്സ്ട്രീമാണ്. ദേഷ്യം വന്നാലോ, ദേഷ്യത്തിൻ്റെ എക്സ്ട്രീം. ആ ഒരു എക്സ്ട്രീം ചില ബിഹേവിയറിൽ ഉണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത്. അതാണ്. അതുകൊണ്ട് പുതിയതായിട്ട് ഇനി ജാൻമോണി എന്ന് പ്രതീക്ഷിക്കാനായിട്ട് എനിക്ക് ഒന്നുമില്ല. നല്ല വ്യക്തിയാണ്, ജെന്യുവിനാണ്. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ഫാഷൻ ഷോയിൽ ജഡ്ജസ് ആയിരുന്നു. നല്ല സുഹൃത്താണ്, ഒത്തിരി ചാറ്റ് ചെയ്യുന്നുണ്ട്, നല്ല വ്യക്തിത്വമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് പോയ രതീഷ് അല്ലേ, രതീഷ് ഇപ്പം നേരത്തെ ചോദിച്ചു റോക്കിയെ തിരിച്ചു കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചില്ലേ, ആ സ്ഥാനത്ത് രതീഷിനെ തിരിച്ചു കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കും. ഇപ്പം രതീഷിനെ ഉറപ്പായി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. കണ്ടന്റുകൾ കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു രതീഷ്. അസ്ഥാനത്ത് രതീഷ് ഔട്ടായിപ്പോയി. ഇപ്പൊ രതീഷ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ജാസ്മിൻ രതീഷ്, ഗബ്രി രതീഷ് എല്ലാവരുമായിട്ടും ഏറ്റുമുട്ടിയേനെ. ഈ വൈൽഡ് കാർഡായിട്ട് വന്നവരുമായിട്ടും ഏറ്റുമുട്ടിയേനെ. കാരണം രതീഷ് ഒറ്റയ്ക്ക് കളിക്കുന്ന ആളാണ്, കണ്ടന്റ് മേക്കറാണ്. രതീഷിനായുള്ള കഴിവുണ്ട്. 6 വർഷം കൊണ്ട് പഠിച്ചിട്ട് തന്നെയാണ് രതീഷ് എല്ലാവരും കഴിഞ്ഞ സീസണുകളും എല്ലാം ഒക്കെ പഠിച്ച് കറക്റ്റ് പരീക്ഷ എഴുതി പാസ്സാവാൻ രീതിയിൽ ഒക്കെ ആയിട്ട് തന്നെയാണ് വന്നത്. സോ രതീഷിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു സീസണിൻ്റെ ഒരു വൈൽഡ് കാർഡ് പോലെ ഇനിയിപ്പം വന്ന് കയറിയാൽ പോരെ, കയറുമ്പോൾ ഒരു ഷോക്കായിരിക്കും എല്ലാവർക്കും. കാരണം രതീഷിനോടൊപ്പം അന്ന് കളിച്ച സുരേഷ് അണ്ണൻ പുറത്തു പോയി, സുരേഷ് അണ്ണ ഇല്ല, രതീഷ് വരുന്നത് കാര്യമായിരിക്കും എന്നാണ് ഒരു എൻട്രി കൊടുത്താൽ കൊള്ളാം. ലാലേട്ടൻ ഇപ്രാവശ്യമാണ് പെർഫോം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6 സീസണിൽ വെച്ചിട്ട് ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ടും കാര്യങ്ങൾ പറയുന്നത് ഇപ്പോഴാണ്. പിന്നെ എനിക്കൊരു പ്രതിഷേധമുണ്ട്. സീസൺ 2 സാമ്പത്തികമായി ഏഷ്യാനെറ്റിനും എൻഡമോൾ ഷൈനും ഈ ബിഗ് ബോസ് ഷോയ്ക്ക് ഏറ്റവും ഹൈ റീച്ച് എത്തിച്ചു കൊടുത്തിട്ട് പോലും ഞങ്ങൾക്കൊന്നും ഇത്രയും ലക്ഷറി സാധനങ്ങളോ ഇത്രയും ഗിഫ്റ്റുകളോ ഇത്രയും സംഗതികളോ ഇത്രയും ലാലേട്ടൻ ഒരു പൂട്ടാൻ സമയത്തെങ്ങാണ്ട് വന്നതല്ലാതെ ഇടയ്ക്കൊന്നും ലാലേട്ടൻ ഞങ്ങളുടെ ഇതിൽ വിസിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തതിൽ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം കഴിഞ്ഞ സീസണുകളിലും ഈ സീസണിലും ഒക്കെ ഓരോന്നിനും ഗിഫ്റ്റുകൾ. ഞങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്താണ്? ബർഗർ തിന്നുകൊണ്ട് എണീച്ച് പോകാം അല്ലേ, പാവ. ഇവർക്കൊക്കെ എന്തൊക്കെയാണ് ഗിഫ്റ്റുകളും, ഫാനൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്തില്ല, എന്തൊക്കെ ഗിഫ്റ്റുകളാണ് ഓരോന്ന്. അങ്ങനെ ഗിഫ്റ്റുകളും സംഗതികളും, അസൂയല്ല തോന്നുന്നത്, ഗിഫ്റ്റുകളും സംഗതികളും കൊടുത്ത് മൂടിയിട്ടും സാമ്പത്തികമായി വലിയ മെച്ചങ്ങൾ ഇവരിലൂടെ ആ ഷോയിൽ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ 22 പേര് ഞങ്ങൾ മരിച്ച് ഷോയ്ക്ക് വേണ്ടി കളിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്രയും ഗിഫ്റ്റുകളും കിട്ടിയിട്ടില്ല, ഇത്രയും പ്രിവിലേജസ് കിട്ടിയിട്ടില്ല. ചുമ്മാ എനിക്ക് 2 വാണിംഗ് വരെ തന്നില്ലേ. സിജോ വന്ന് അവിടെ ഇടിച്ചപ്പോഴത്തേക്ക് എന്നെയും സിജോയും കൂടെ പിടിച്ചോണ്ട് വാണിംഗ് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് 2 വാണിംഗ് കിട്ടി. 3ാമത്തെ വാണിംഗ് ഞാൻ ഔട്ടാകുന്ന ബ്രിമ്മിലാണ് പോയി ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് സിജോയൊക്കെ നല്ല പയ്യന്മാരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പ്രിവിലേജുകളോ ഒരു കൺസിഡറേഷനോ ഒന്നും കിട്ടിയില്ല. ഇവിടെ പലർക്കും ഒരുപാട് കൺസിഡറേഷൻ, ഒരുപാട് പ്രിവിലേജുകൾ, ഒരുപാട് സമ്മാനങ്ങൾ, ഒരുപാട് സ്നേഹ കൂമ്പാരങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഓർത്ത് നഷ്ടബോധവും വിഷമേ ഉള്ളൂ. അസൂയ രജിത്തിന് ഒരിക്കലും ഉണ്ടാവാറില്ല. എന്ത് അസൂയ? ഒന്നുമില്ലാത്ത വട്ടപൂജ്യത്തിന് ഇവിടം വരെ എത്തിയ ഞാൻ ഹാപ്പിയാണ് സാറേ. എന്നെപ്പോലൊരു ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളിന് ഇവിടം വരെയൊക്കെ എത്താൻ പറ്റുമോ എന്ന് പോലും സംശയമാണ്. അവിടെയാണ് ദൈവം, പടച്ചോൻ, കർത്താവ്, ഈശ്വരൻ, സർവേശ്വരൻ, പ്രപഞ്ചശക്തി
രജിത്തിനെ ഇന്ന് സാറിൻ്റെ മുമ്പ് വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബസ്സിലെ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്ന ഞാൻ, മിക്കവാറും എൻ്റെ ഇവിടുത്തെ റൂമിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, കാക്കി ഷർട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. അന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പം പ്രൈവറ്റ് ബസ്സിൽ കിളിയോ കണ്ടക്ടറോ ആയിട്ട് പോകാൻ വേണ്ടി തയ്പ്പിച്ചു വെച്ച കാക്കി ഷർട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ ഷർട്ട് കൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഓർമ്മയിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടം വരെയൊക്കെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ഞാൻ ആരോട് അസൂയപ്പെടാൻ സാറേ? എനിക്കെതിരെ കുറേ അസൂയാലുക്കളുണ്ടെന്നുള്ളൂ. എനിക്ക് ശത്രുക്കളില്ല, കുറേ അസൂയാലുക്കളുണ്ട്. കാരണം ഇവനെ എങ്ങനെയൊക്കെ തള്ളിയിട്ടിട്ടും പൂട്ടിയിട്ടിട്ടും അവഹേളിച്ചിട്ടും ചതിച്ചിട്ടും ഇവൻ വീണ്ടും ഇങ്ങനെ കയറി വരികയല്ലേ. എവിടെ കയറാൻ? ദൈവാനുഗ്രഹവും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ സാറിനോട് ഇത്രയും സംസാരിച്ചു. ഞാൻ ഈ നേരം വരെ ഒരു ആഹാരം ചോറുണ്ടില്ല, ഉച്ചയുടെ ഊണ് കഴിച്ചില്ല, മണി 3 ആവുന്നില്ലേ. അപ്പൊ സിൻസിയറായിട്ട് ഞാൻ സാറിൻ്റെ കൂടെ 2 മണിക്കൂർ കൊണ്ട് ഇത് അത്രയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഷോയോടും കേരളീയം ചാനലിനോടുള്ള എൻ്റെ ഒരു ആത്മാർത്ഥത തന്നെയാണ് എൻ്റെ ആത്മാവിൻ്റെ ഊർജം. ആ ഊർജം എന്നെ നിലനിർത്തുന്നു. അതിന് ദൈവത്തിനോടും പ്രേക്ഷകരോടും. പ്രേക്ഷകരാണ് എൻ്റെ ചോറ്. അത് ഇനിയിപ്പം സാറിന്റെ പുതിയ സിനിമ കർണൻ മാഷും കാവൽപുരയും സാറ് വീണ്ടും മാഷായി. ഇപ്പം അത് ഞാൻ B for Apple, A for Darwin എന്ന് പറയുന്ന ഒരു സിനിമയിലും മാഷായിരുന്നു. സ്ട്രിക്റ്റ് ആയ മാഷാണ്. ഇതങ്ങനെയല്ല, ഇത് വേറൊരു തലത്തിലാണ് പോകുന്നത്. ഒരു അധ്യാപകൻ അനുഭവിക്കുന്ന പീഡനങ്ങളും ആ പീഡനങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പിന്നെ മറ്റൊരു ജീവിക്കാൻ, ഒരു കുടുംബം നോക്കാൻ, മക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള സാഹസ, അതിനു വേണ്ടി ഒരു കൃഷിക്കാരനായി മാറുകയും ആ കൃഷിയിലൂടെ ആ കർഷകന് സംഭവിക്കുന്ന, കുടുംബത്തിന് സംഭവിക്കുന്ന പല പല അവസ്ഥകളിലൂടെയും പോകുന്നത്. എന്ത് പറഞ്ഞാലും സീക്രട്ടായി പുറത്തു വരും. അപ്പോൾ അതുകൊണ്ട് അജ്ജി ഐലറ എന്ന് പറയുന്ന ഡയറക്ടർ, ചാണ എന്ന് പറയുന്ന ഭീമൻ രവിചേട്ടൻ സംവിധാനം ചെയ്ത സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ അജ്ജി ഐലറ കുറേ സിനിമകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ ഇറങ്ങാൻ പോകുന്ന സിനിമ ഉണ്ട്, നടികർ, ടൊവിനോയുടെ നടികർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ ഞാൻ കാത്തിരിക്കുകയാണ്. മെയ് 3-ന് റിലീസാവും. അതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് കെട്ടുകാഴ്ച എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. സുരേഷ് തിരുവല്ല, നിങ്ങളുടെ നാട്ടുകാരനായ സുരേഷ് തിരുവല്ല എന്ന് പറഞ്ഞ ഡയറക്ടർ 4ാമത്തെ സിനിമയാണ് കെട്ടുകാഴ്ച. ഞാൻ ആ സെൻട്രൽ ക്യാരക്ടർ. ജനാർദ്ദനൻ ചേട്ടൻ, ജോണി ആൻ്റണി ചേട്ടൻ, ഇവരൊക്കെ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുള്ളതിൽ ഒരു പ്രൊഫസർ, അതുപോലെ ഒരു കുടുംബസ്ഥൻ, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഫേസുകളിലൂടെ പോകുന്ന ഫാമിലികളിലെ ഇഷ്യൂസ്, പല കുടുംബങ്ങളിലും നടക്കുന്ന കുറേ സംഭവങ്ങൾ കോർത്തിണക്കിയൊക്കെ. അധ്യാപകൻ മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ അവാർഡ് കിട്ടിയ ഡയറക്ടർ, ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ ഡയറക്ടറായിട്ടുള്ള അനു പുരുഷോത്തം, പത്തനംതിട്ടയിൽ ഇപ്പം റിതം ക്രിയേഷൻസിൽ മലയാളപ്പുഴ രാജേഷ് നിർമ്മിക്കുന്ന സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ നായിക നമ്മുടെ ഒപ്പത്തിൽ ലാലേട്ടൻ്റെ മോളായ മീനാക്ഷിയാണ്. നമ്മുടെ ടോപ്പ് സിംഗറിലെ അവതാരകൻ മീനാക്ഷിയാണ്. ഞാൻ അതിനകത്ത് ഒരു ത്രൂ ഔട്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു വാർഡ് മെമ്പറാണ്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് വാർഡ് മെമ്പർ. അപ്പോൾ അത് ചെയ്തു. തിരുവല്ല, പത്തനംതിട്ട ആ ഏരിയകളിൽ അടുത്ത്. അപ്പോൾ ഇവർ ഇംഗ്ലീഷ് ഫിലിം ചെയ്തു, ലാൻഡ് ഓഫ് സോളമൻ. പറവൂർ സിദ്ദിഖ് എന്ന് പറയുന്ന ഡയറക്ടർ നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലേക്ക് വേണ്ടി തന്നെ എടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ലാൻഡ് ഓഫ് സോളമൻ. വേറെ ചില ആർട്ടിസ്റ്റുകളെ ഒക്കെയാണ് ആദ്യം ഫിക്സ് ചെയ്യുന്നത്. മധുബാലൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പലർക്കും ഫിക്സ് ചെയ്ത് വന്നതാണ്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അത് കറങ്ങിത്തിരിഞ്ഞ് സോളമൻ എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ ക്യാരക്ടർ എനിക്ക് വന്നു. അത് ഫാൻറ്റസി റിയാലിറ്റി ഇല്യൂഷനൂടെ ചേർന്നൊരു സിനിമയാണ്. വെച്ചാൽ കിളി പോയ സോളമനാണ്. അതാണ് സംഭവം. ഓർഡിനറി ഒരു മനുഷ്യനാണ്. ഭാര്യയായിട്ട് ലതാദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ ഈ സോളമൻ ഇടയ്ക്കിടയ്ക്ക് ചക്രവർത്തിയാവും, ഇടയ്ക്കിടയ്ക്ക് നോർമൽ ആയിട്ട് വരും. ഇതിൽ പല പല അവസ്ഥകളിലൂടെ ബൈബിളിലും ഖുറാനിലും പറഞ്ഞിരിക്കുന്ന ചക്രവർത്തിയായ സോളമൻ തന്നെയാണ്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ അവാർഡിന് വേണ്ടി എടുത്തതാണ്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. ഡയറക്ടർ, അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് 33 ക്യാമറ ചെയ്ത ജലീൽ ബാദുഷ എന്ന് പറയുന്ന ക്യാമറാമാനാണ്. പുള്ളിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്, അവരതിലൊക്കെ ഏറെ ഹാപ്പിയാണ്. ഓരോന്നും ഇറങ്ങാൻ ഞാൻ കാത്തിരിക്കുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷകരാണ് എൻ്റെ ബലം, പിന്നെ ദൈവം എൻ്റെ ബലമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ വരാനായിട്ട് ഇരിപ്പുണ്ട്. ഏതാണ് ആദ്യം വരുന്നത് എന്നുള്ളത് ഇപ്പം വന്നത് ഈ നടികറാണ് ആദ്യം ഇറങ്ങുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത്രയും സമയം സാറ് വിശന്നു നിന്നാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതുള്ളത് ഓർക്കുമ്പോൾ. അല്ല, അത് ബിഗ് ബോസ് ഷോയോടും പിന്നെ കേരളീയത്തിനോടും ഒക്കെയുള്ള കമ്മിറ്റ്മെൻറ്റ്. നാളിതുവരെ 100 കണക്കിന് യൂട്യൂബേഴ്സിനും ചാനലുകൾക്ക് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഒരു നയാ പൈസ പോലും ഞാൻ ഫീസായിട്ട് വാങ്ങിച്ചിട്ടില്ല, ഒരു ചായ പോലും ആരുടെ വാങ്ങിച്ചു കുടിച്ചിട്ടില്ല എന്ന് നെഞ്ചിക്കൈ വെച്ച് എനിക്ക് അഭിമാനത്തോടെ ഞാൻ പല യൂട്യൂബേഴ്സിനോടും പറയാറുണ്ട്. കാരണം അത് സാക്ഷിയാണല്ലോ. ഞങ്ങളോട് ചായ കുടിക്കണം. ചായ കുടിക്കത്തില്ല. പിന്നെ സാറിൻ്റെ വീട്ടിൽ വരിക്കച്ചക്കയുടെ ചോള ആദ്യ സീസണിൽ കൊണ്ടുവന്ന പോലെ ഇനി വരുമ്പോൾ സാറ്
ഒരു വരിക്കച്ചൊക്കെ ആയിട്ട് ഇനി പോരുക. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും കേരളീയൻ ചാനലിന് എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും സന്തോഷവും അതുപോലെ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ ഗുണങ്ങളും സന്തോഷവും ഒക്കെ ലഭിക്കട്ടെ. നിങ്ങളെപ്പോലെയുള്ളവരാണ് ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.